നമ്മുടെ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം മെയ്ഡ് സാമ്പാർ പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഈ സാമ്പാർ പൊടി യൂസ് ചെയ്തിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, എല്ലാവരും കയറി ഒന്ന് കണ്ടേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സാമ്പാർ പൗഡർ ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 50 ഗ്രാം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് എരിവുള്ളതും എരിവില്ലാത്ത കാശ്മീരി ചില്ലിയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം മല്ലി, പിന്നെ 2 ടീസ്പൂൺ അരി പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 2 ടീസ്പൂൺ സാമ്പാർ പരിപ്പ്, 1 കപ്പ് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കായം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓണാക്കി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പും ഒരു 2 മിനിറ്റ് നേരത്തോളം നമുക്ക് വറുത്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ 1 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മല്ലിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മിക്സിനെ ഒരു ബൗളിനകത്തേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മുളക് ചൂടായി കഴിയുമ്പോൾ അതിനെ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചൂടാക്കിയെടുക്കാം. വേപ്പിലയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിനകത്തേക്ക് മാറ്റാം. സാമ്പാർ പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം, അതായത് കായവും മഞ്ഞൾപ്പൊടിയും ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് പൊടിച്ചെടുക്കാം. ബാച്ചായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. പൊടിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. നന്നായി പൊടിഞ്ഞു കിട്ടാതെ അവശേഷിക്കുന്ന തരങ്ങൊക്കെ കൂടി ഇട്ട് വീണ്ടും പൊടിച്ചെടുക്കണം.
നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 150 ഗ്രാമോളം ഉണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഈവൻലി സ്പ്രെഡ് ആവുന്നതിന് വേണ്ടി നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു ബൗളിനകത്തേക്ക് മാറ്റാം.